ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ അങ്ങനോട് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റുമായിരുന്നു. പക്ഷെ അതുപോലെ ചെയ്തിട്ടില്ല. എന്താ ചെയ്യണത്, വലിയ വലിയ വാഹനങ്ങളാണ് ഇതിലെ മാറ്റി വഴി തിരിച്ചു വിടുന്നത്. പക്ഷെ അത് തിരിച്ചു വിടണമെന്നുണ്ടെങ്കിൽ പോലും അരൂർ ഭാഗത്തും അരൂക്കുറ്റി ഭാഗങ്ങളിലും ഇപ്പോഴും റോഡ് പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഗതാഗതം അവിടെ ചെറിയ റോഡുകളായതുകൊണ്ട് ഇത്രയും വലിയ വാഹനങ്ങൾ അതിലൂടെ പോകാത്ത ഒരവസ്ഥയുണ്ട്. പിന്നെ ഇപ്പോൾ സാധാരണക്കാർക്ക് പല പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ രാത്രികാലങ്ങളിലാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ആർക്കെങ്കിലും KSRTC ബസ്സുകൾ പോലും ഇതിൽ വരുന്നില്ല, വേറെ വഴി പോകുന്നതുകൊണ്ട് ഇതിലുള്ള ആൾക്കാർക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അതുപോലെ നടന്നു പോകാൻ പറ്റുന്നില്ല. വണ്ടികളിൽ പല പല ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു. ഇപ്പോൾ ഇവരുടെ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ കോൺക്രീറ്റുകൾ വീണ് കോൺക്രീറ്റിൻ്റെ വേസ്റ്റുകൾ താഴത്ത് വീണിട്ട് വാഹനങ്ങളിൽ വീണിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഇത് ശ്രദ്ധിക്കുന്ന കാര്യം 2 ഗേഡറല്ലേ ചേട്ടൻ സമയത്ത് കണ്ടിരുന്നത്? അത് അപ്പുറത്തെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഇവിടെ തന്നെ ഈ സെയിം ഭാഗത്ത് തന്നെ 2 ഗേഡർ ഇതിന് മുകളിലോട്ട് ഇപ്പൊ ഈ കാണുന്ന ഗ്യാപ്പിലിരുന്ന ഗഡറുകളാണ് താഴെ വീണത്. അത് തന്നെ ഈ കാണുന്ന ഗ്യാപ്പ്. അതെ, രണ്ടും മുകളിൽ ഇരിക്കുമായിരുന്നു. രണ്ടാമത്തെ സാധനം സെറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് സ്ലിപ്പായി പോയത്. കാരണം ഇത് മുകളിൽ എല്ലാം കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നാണ് അവർ ബാലൻസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.